ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ബോട്ടിൽ ആർട്ടുമായിട്ടാണ്. ഒരു സിമ്പിൾ ബോട്ടിൽ ആർട്ടാണ്. അധികം പടം വരയ്ക്കാനൊന്നും അറിയാത്തവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടിൽ ആർട്ടാണ്. ഇത് അവസാനം ചെയ്ത് വന്നപ്പോൾ അവസാനം കുളമായെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ കുഴപ്പമില്ല, നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമുക്ക് ഇത് ചെയ്യാനായിട്ടുള്ള ബോട്ടിൽ സെലക്ട് ചെയ്യാം. ഞാൻ കിങ് ഫിഷറിൻ്റെ ഒരു വൈറ്റ് ബോട്ടിലാണ് ഞാൻ എടുത്തേക്കുന്നത്. അത് നമുക്ക് ആദ്യം വൈറ്റ് പെയിൻറ്റിൽ ബേസ് കോട്ട് അടിച്ച് ഒന്ന് ഉണങ്ങാൻ വെച്ചിട്ട് വേണം ഇതിൽ വർക്ക് ചെയ്യാൻ. ആദ്യം നമുക്ക് ഇത് ബേസ് കോട്ട് അടിച്ചിട്ട് വരാം. ബേസ് കോട്ട് അടിച്ചിട്ടുണ്ട്. അതൊന്ന് ഉണങ്ങാൻ വെച്ചതിന് ശേഷം അതിൽ നമുക്ക് ഒരു പിക്ചർ വരച്ചു കൊടുക്കാം. ഞാൻ ഇവിടെ വരയ്ക്കുന്നത് ഒരു ബട്ടർഫ്ലൈയെയും ഒരു കുറച്ച് പൂക്കളും ആണ് വരയ്ക്കാൻ ശ്രമിക്കുന്നത്. അതിനുള്ള ഔട്ട്ലൈൻ ഞാൻ ആദ്യം വരച്ച് എടുത്തിട്ടുണ്ട്. അതിന് മുകളിൽ കൂടി മാർക്കർ ഉപയോഗിച്ച് ഞാൻ അതൊന്ന് ഡാർക്കൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സാധാ CD മാർക്കറാണ് ഇതിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ആദ്യം ഞാൻ ഒരു ബട്ടർഫ്ലൈ ആണ് പ്ലാൻ ചെയ്തതെങ്കിൽ പോലും പിന്നെ ഒരു 2 ബട്ടർഫ്ലൈയും കൂടി ഞാൻ വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതെല്ലാം മാർക്കറിട്ട് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ട് വരാം. അപ്പോൾ ഞാനെല്ലാം മാർക്കർ ഉപയോഗിച്ച് നന്നായി വരച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് കളർ ചെയ്യാം. കളർ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. ഞാൻ ആദ്യം ലീഫിനൊക്കെ ഗ്രീൻ കളർ കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ബട്ടർഫ്ലൈക്കും ഫ്ലവേഴ്സിനും കളർ കൊടുക്കാം. ഞാനിതൊരു മൾട്ടി കളർ ആയിട്ട് ചെയ്യാനാണ് പ്രതീക്ഷിക്കുന്നത്. ആദ്യം തന്നെ ഇലകൾക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബട്ടർഫ്ലൈക്കും ഫ്ലവേഴ്സിനും കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളറുകൾ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. നല്ല രീതിയിൽ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാനൊരു മൾട്ടി കളർ ബോട്ടിലാക്കാം എന്ന് കരുതിയിട്ട് ഞാൻ ബോട്ടിലിൽ പെയിൻറ്റ് ചെയ്യായിരുന്നു. അതെനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. പിന്നെ അതിന് ഞാൻ കുറച്ചുകൂടെ മേക്ക് ഓവറൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിൽ തന്നെ മുകളിൽ കൊടുത്തിരിക്കുന്ന റെഡ് റോസ് എനിക്ക് അത്ര സുഖം വന്നില്ല പെയിൻറ്റ് ചെയ്തത്. അതിൽ പിന്നെ ഞാൻ കുറച്ചുകൂടെ മേക്ക് ഓവറൊക്കെ നടത്തിയിട്ടുണ്ട്. അതിപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് പറയണേ. അപ്പം നമുക്ക് ഇതൊന്ന് ചെയ്ത് കഴിഞ്ഞിട്ട് വരാം. ഇപ്പോൾ ഞാൻ ഏകദേശമൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിൻ്റെ ടോപ്പിലായിട്ട് നമുക്കൊരു വൂളൻ ത്രെഡ് ഉപയോഗിച്ച് ഒന്ന് ചുറ്റി കൊടുക്കാം. ഫൈനൽ ലുക്ക് ഇതാണ്. പക്ഷേ എനിക്ക് അത്ര വലിയ ഒരു സുഖം തോന്നിയില്ല. എന്നിട്ട് നമുക്കിതിൽ കുറച്ചുകൂടെ മേക്ക് ഓവർ ചെയ്തത് ഒന്ന് കാണാം. അപ്പോൾ ഇതാണോ മറ്റതാണോ ഇഷ്ടപ്പെട്ടതെന്ന് നിങ്ങളൊന്ന് പറയണേ. ഇതിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങളൊന്നും ഞാൻ കൊടുത്തിട്ടില്ല. ആ റെഡ് ഫ്ലവറിൽ കുറച്ച് വൈറ്റ് ഷെയ്ഡ് ഒന്ന് അപ്ലൈ ചെയ്ത് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തു. പിന്നെ ബാക്കിയുള്ളതെല്ലാം ഞാൻ ഒന്ന് മൾട്ടി കളറായിട്ട് നീലയും എല്ലാം കൂടെ ചെയ്ത് മാക്സിമം അലമ്പാക്കിയിട്ടുണ്ട്. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു, കുഴപ്പമൊന്നുമില്ല. അവസാനമായപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ എന്താണ് നിങ്ങൾക്ക് തോന്നിയതെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് രൂപത്തിൽ